ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷൈനീസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് മാംഗോ പിക്കിളാണ്. അപ്പോൾ ഒരുപാട് ദിവസമായി ഞാൻ കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ നമുക്ക് ഇന്നൊരു മാങ്ങ അച്ചാർ ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് സാധാരണ നോർമലി നമ്മൾ മാങ്ങ അച്ചാറിന് കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം ആദ്യമായിട്ട്. അപ്പോൾ ഇതൊരു ഇൻസ്റ്റൻറ്റ് മാംഗോ പിക്കിളാണ്. പെട്ടെന്ന് നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചിനൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അപ്പം തന്നെ നമുക്ക് അരിഞ്ഞിട്ട് അപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു റെസിപ്പിയാണ്, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഞാനിവിടെ 2 മാങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടും. നല്ല മാങ്ങയായിരുന്നു അത്. അതുകൊണ്ട് അപ്പോൾ അതിലോട്ട് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും അച്ചാറിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് കായം എന്നുള്ളത്. ഇനി ഞാൻ ചേർക്കുന്നത് ഇതിലോട്ട് ചില്ലി പൗഡറാണ്. അപ്പോൾ ചില്ലി പൗഡർ ചേർക്കുന്ന കൂട്ടത്തിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഐറ്റം മാങ്ങ അച്ചാറിൽ നമ്മൾ ചേർക്കുന്നുണ്ട്. അത് കടുകാണേ. അപ്പം നമ്മൾ 3 ടീസ്പൂൺ ചില്ലി പൗഡറിൻ്റെ ഒപ്പം തന്നെ ഒരു 1.5 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും മാങ്ങ അച്ചാർ വയ്ക്കുമ്പം കടുക് മസ്റ്റാണ്. ചില ആൾക്കാർ ഉലുവ, ഞാനും ഉലുവയിട്ട് വയ്ക്കാറുണ്ട്. ഉലുവ ഒരല്പം, ഇത്രയൊന്നും കടുകിൻ്റെ ക്വാണ്ടിറ്റി വേണ്ട, ചെറുതായിട്ടൊരു 1/4 ടീസ്പൂൺ ഉലുവയൊക്കെ ചേർക്കാറുണ്ട് ചിലപ്പോഴൊക്കെ. പക്ഷേ ഇത് ഞാൻ ഇന്നിപ്പം ഉലുവയൊന്നും ചേർക്കുന്നില്ല. വെറും മുളക് പൊടിയും കടുക് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ഇതിലോട്ട്. ഇനി ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ള മിക്സ് മാങ്ങയിലോട്ട് ചേർക്കുന്നുണ്ട്. അപ്പം നമ്മളിതുവരെ മിക്സ് ആക്കിയിട്ടില്ല മാങ്ങ. ഉപ്പും കായമായിട്ടവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ഈ ചില്ലി പൗഡറും കൂടി ആഡാക്കിയതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കുക. അപ്പം നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിതൊന്ന് മാറ്റി അവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത്, അടുത്തൊരു പാന് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ. ഒരു 1/4 ടീസ്പൂണ് 1/4 കപ്പോളം, 1/4 കപ്പ്, ടീസ്പൂണല്ല 1/4 കപ്പ് അളവിൽ നല്ലെണ്ണ. നമ്മളിതിൽ വെള്ളം ഒട്ടും തന്നെ ചേർക്കുന്നില്ല, വിനാഗിരിയും ചേർക്കുന്നില്ല. ഇൻസ്റ്റൻറ്റ് മാംഗോ ആയത് കാരണം. ഇതിപ്പോൾ ഞാൻ 2 മാങ്ങ എടുത്തു. നമ്മൾ ഇൻസ്റ്റൻറ്റ് മാങ്ങ ഒരു ദിവസത്തേക്കൊക്കെ ആണെങ്കിൽ 1 മാങ്ങയുടെ ആവശ്യമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിലോട്ട് നല്ലെണ്ണയിൽ ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ ഒരു 2 പച്ചമുളക് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കണം. പിന്നെ വറ്റൽ മുളക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ഞാൻ ചേർക്കുന്നില്ല. പിന്നെ നമ്മൾ കടുകിട്ടു, വറ്റൽ മുളകിട്ടു, പിന്നെ കറി ലീവ്സാണ്, അതും കൂടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. വറ്റൽ മുളക് ഉണ്ടെങ്കിൽ ഇടാം, മസ്റ്റായിട്ടുള്ള ഐറ്റമാണ്. പക്ഷേ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഇടാത്തത് കേട്ടോ. ഇത് ഒന്ന് ആ കറി ലീവ്സ് ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ ചൂട് തണുക്കാൻ വിടരുത്. ചൂടോടുകൂടി തന്നെ അടുപ്പിൽ നിന്ന് വാങ്ങിയ ഉടനെ തന്നെ നമ്മൾ മാങ്ങയിൽ ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിൽ ആ ഇട്ടിട്ടുള്ള പൗഡറൊക്കെ ഉണ്ടല്ലോ, മിക്സ്, അപ്പോൾ അത് ആ ചൂടെണ്ണ വിടുമ്പോൾ തന്നെ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാവും. അന്നേരം തന്നെ നമ്മൾ ഉടനെ തന്നെ അത് ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുക. അപ്പോഴാണ് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഉപ്പൊക്കെ അലിഞ്ഞിട്ട് അതൊന്ന് സെറ്റാവും. അപ്പോഴേക്കും നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മൾ ഇൻസ്റ്റൻറ്റ് മാംഗോ പിക്കിൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ രാവിലെ നമുക്കിപ്പോൾ ഉച്ചത്തേക്കാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഇത് അച്ചാർ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്കാകുമ്പോൾ കറക്റ്റായിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ അച്ചാർ ഇതുപോലത്തെ ഗ്ലാസ് ബോട്ടിലിൽ എടുത്ത് വെച്ച് സൂക്ഷിച്ച് വെക്കുക, കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ എല്ലാവർക്കും തന്നെ മാംഗോ പിക്കിൾ ഉണ്ടാക്കാൻ അറിയാമായിരിക്കും. അപ്പോൾ എന്നാലും ഇപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ മറന്നു പോകാതെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ ബൈ.